സുരേഷ് അങ്ങനെ എന്തെങ്കിലും ഡയറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഡയറ്റ് ഒട്ടും ഇല്ലാത്ത ഏക ജീവി ഞാനായി ലോകത്ത്. അല്ല, എന്നാലും മമ്മൂക്ക പറയുന്ന കേട്ടിട്ടുണ്ട് സുരേഷ് ഏട്ടാ, ഒരു നടനെ സംബന്ധിച്ച് ശരീരമാണ് അവന്റെ ആയുധം എന്ന്. അപ്പൊ സുരേഷ് ഏട്ടൻ ഈ ബോഡി എന്തെങ്കിലും ഫിറ്റ്നസ് ഫ്രീക്ക് പോലെ? ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്, പോളണ്ടിന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്. അതൊരു അപൂർവ ജന്മമാണ്. അങ്ങനൊന്നും ലോകത്താർക്കും പറ്റില്ല. വലിയ നടനാണ് മോഹൻലാൽ, മോഹൻലാലിനും പറ്റില്ല അതുപോലെ ആവാൻ. ഇമ്പോസിബിൾ. അല്ല, മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതെ ആയിട്ട് എത്രയോ വർഷങ്ങളായി എന്നൊക്കെ നമ്മളിങ്ങനെ ഇന്റർവ്യൂസിൽ കാണാം. സുരേഷ് ഏട്ടൻ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഇനി അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി 10 കിലോ കുറയ്ക്കണം, ഇത് കഴിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ സുരേഷ് ഏട്ടൻ എന്ത് ചെയ്യും? എനിക്ക് പറ്റില്ല, ഞാൻ ആ ഉപദേശം വേണ്ടാന്ന് വയ്ക്കും. ഓക്കെ, ആ ഒരു ഇപ്പം നമ്മൾ കണ്ട ഇപ്പം സുരേഷ് ഗോപി അദ്ദേഹവും ഇന്നിപ്പോ പൊളിറ്റിക്സിലാണ്. നിങ്ങളിപ്പം ഞങ്ങൾ ഒരുമിച്ച് പാർലമെന്റിൽ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി ഞാനും രാജ്യസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കമ്മിറ്റിയിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മെമ്പർമാരായിരുന്നു. സുരേഷ് ഗോപി, ശശി തരൂര്, സുമലത, ഞങ്ങൾ 4 പേരും. ഞങ്ങൾ 4 പേരും കൂടി എടുത്ത പടം കൂടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ സമയത്ത് ഞങ്ങൾ 4 പേരും കൂടി ഞങ്ങൾ ഒരു കമ്മിറ്റിയിലുണ്ടായിരുന്ന ആൾക്കാരാണ്, ഒരു സഭയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിൽ അവിടെ നിങ്ങൾ 2 പാർട്ടിയെ റിപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനും അതൊന്നും നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടും അതൊന്നും ഒരിക്കലും ഒരു ഇതായി വന്നിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒരു അങ്ങനെ ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ഞാനിപ്പോ തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ നേരത്തെ ഇവിടെ വരാൻ പറ്റിയില്ല, തിരുവനന്തപുരത്ത് പോയി. അങ്ങനെ ഒരു എന്താ പറയണ്ടേ, വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കണം, അടിച്ചുകൊണ്ടിരിക്കണം, തെറി പറഞ്ഞുകൊണ്ടിരിക്കണം, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. എനിക്ക് ഐ കീപ് ബെസ്റ്റ് ഓഫ് റിലേഷൻസ് വിത്ത് ഹിം. നല്ല സൗഹൃദമുള്ള ഒരാളാണ് സുരേഷ് ഗോപി. നമ്മളൊക്കെ വിചാരിക്കുന്നു പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അത് തെറ്റാണ്. അതങ്ങനെ എനിക്ക് എത്രയോ സുഹൃത്തുക്കൾ പല രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്. നമ്മൾ അത് രാഷ്ട്രീയം വേറെ എന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ആശയഗതി ഇല്ലേ? ഇപ്പം രമ്യ ഒരു സ്ഥാപനം ജോലി ചെയ്യുന്നു, വേറൊരു സ്ഥാപനം ജോലി ചെയ്ത ഒരാളോട് ഒരു ശത്രുത ഉണ്ടാകേണ്ട കാര്യം ഒന്നും വേണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ സുരേഷ് ഏട്ടൻ പറഞ്ഞത് മമ്മൂക്ക ഇങ്ങനത്തെ ഒരാളാണ്, ഭക്ഷണത്തിന്റെ കാര്യത്തില് ഫിസിക്കിന്റെ കാര്യത്തിലൊക്കെ ഇത്രയും നോക്കുന്നത്. അപ്പം ജോൺ ചേട്ടനും ഇത്രയും വർഷമായിട്ട് അറിയാലോ മമ്മൂക്കേനെ. ശരിക്കും അത് പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലേ? കറക്റ്റ് ആണ്. നമുക്ക് സത്യം പറഞ്ഞ് ഞാൻ പല ടിപ്സും എടുക്കുന്നത് നമുക്ക് എടുക്കുന്ന, പക്ഷെ പുള്ളിയെ പോലെ നമുക്ക് അത്ര ഫിറ്റ് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല ഓണസ്റ്റ്ലി. പക്ഷേ നമുക്ക് പലപ്പോഴും നമുക്കെല്ലാം പലതും പറഞ്ഞു തരും. ഇതിന്റെ അങ്ങനെ ഇപ്പോൾ വളരെ സൂക്ഷിക്കുന്ന ഒരാളാണ്. ആരോഗ്യ കാര്യത്തില് ഹെൽത്ത്, ക്യുസീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല. അത് മാത്രമല്ല ഗാഡ്ജറ്റ്സ്, ഈ എന്താ പറയുക, നമുക്കിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ സാധനം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഫോണൊക്കെ ആണെങ്കിൽ, പിന്നെ അതിന്റെ സവിശേഷതകൾ. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിന്റെ ഒരു 10-1 പോലും അതിന്റെ ഉപയോഗം എനിക്കില്ല. എന്ന കാരണം വെച്ചാൽ പലതും എനിക്ക് അറിയില്ല. നമുക്ക് അതെല്ലാം കുത്തിപ്പിടിച്ച് കണ്ട് മനസ്സിലാക്കും. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കഴിക്കേണ്ട അങ്ങനെയൊക്കെ പറയും. പക്ഷെ സുരേഷ് പറഞ്ഞ പോലെ മൂപ്പറെ പോലെ ഇങ്ങനെ ഈ പറഞ്ഞ അച്ചടക്കത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റില്ല. മൂപ്പർ അച്ചടക്കത്തിന് വേണ്ടി ജീവിക്കുന്നു. പലതും നമുക്ക് ചില ടിപ്സ് ഒക്കെ തരുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ രാവിലെ നടക്കാൻ പോയിരുന്നു. ഇപ്പം നടപ്പം കുറച്ച് കുറവാണ്. അപ്പൊ എനിക്കെപ്പോഴും തൊണ്ടവേദന വരും. തൊണ്ടവേദന വരുന്നതിന്റെ കാരണം വെച്ചാൽ തൊണ്ടയിൽ വേറെ വന്നത് ഇൻഫെക്ഷനായി, പനിയായി, അങ്ങനെ വരും. അപ്പോൾ ഓക്കെ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ചെവിയിൽ എന്തെങ്കിലും ഒരു ഇയർ ഹെഡ് വെച്ചിട്ട് പിന്നെ ആകാശവാണി റേഡിയോയും കൂടെ കേട്ടു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെവിയിൽ കാറ്റടിക്കുന്നതും ഒഴിവാകും, ഈ റേഡിയോ FM റേഡിയോ കേൾക്കുകയും ചെയ്യാം. ആരോ പറഞ്ഞല്ലോ പശുവിന്റെ ഗടിയും പോവും, മറ്റേ കാക്കയുടെ വിഷമം പോകുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ, പക്ഷെ അത് ഞാൻ പയറ്റിയപ്പോൾ എനിക്ക് വലിയ മാറ്റം ഉണ്ടായി. എന്താ കാരണം വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ തണുപ്പ് അടിച്ചു കയറുന്ന ചെവിയിലൂടെയാണ്. അപ്പൊ ചെവി മറക്കാതെയാണ് നമ്മൾ നടക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി നമുക്ക് ടിപ്സ് തരും. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ചില മേഖലകളെ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മളതങ്ങ് വിട്ടുകളയും. മൂപ്പർ വിട്ടുകളയില്ല, പഠിക്കും. പുള്ളി ഒരു നിരന്തര എന്താ പറയാ നിത്യാഭ്യാസി എന്ന് പറഞ്ഞുള്ള നിരന്തര വിദ്യാർത്ഥിയാണ്. ഇതുപോലൊരു വിദ്യാർത്ഥി ഞാൻ കണ്ടിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പുള്ളി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ മൂപ്പറെ കാണുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും. പിന്നെ പുള്ളിക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങള്
പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മൂപ്പർക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഉൾക്കാഴ്ച. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്നവർ, ഇപ്പൊ സുരേഷ് ചേട്ടൻ ആയിക്കോട്ടെ, വേറെയും കുറെ ആർട്ടിസ്റ്റുകൾ, ഇവരെല്ലാവരും ഇന്നിപ്പോ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരെല്ലാവരും രാഷ്ട്രീയം സംസാരിക്കുന്നു. അവരെല്ലാവരും പല രീതിയിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പീരീഡ് വരെ സിനിമയിൽ സജീവമായിട്ട് നിന്ന ആൾക്കാർ പിന്നീട് അവർ ജനങ്ങളെ സേവിക്കാനായിട്ട് ഇവരെല്ലാവരും രാഷ്ട്രീയ കുപ്പായം അണിയുന്നതിനെ കുറിച്ച് എന്താ ജോൺ ചേട്ടൻ പറയാനുള്ളത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനത് തെറ്റ് പറയില്ല. എന്താ കാരണം വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറഞ്ഞ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത് സമൂഹത്തിനെ നോക്കിക്കാണുന്നതാണ്. ചില ആൾക്കാർ സജീവമായ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല, പക്ഷെ എല്ലാവരും രാഷ്ട്രീയ ജീവികളാണ്. യു ഓൾസോ ഹാവ് എൻ ഒപ്പീനിയൻ അല്ലേ? ഒരു ഒപ്പീനിയൻ ദൈനംദിനമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയം അല്ല. നമ്മുടെ പരിസരത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഒരു കാഴ്ചപ്പാട്, ഇതൊക്കെ രാഷ്ട്രീയം തന്നെയാണ്. ഞാൻ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് MP ആയിപ്പോയപ്പം പലരും ചോദിച്ചു ഇതെന്ത് രണ്ട് ഞാൻ രണ്ടല്ല, രണ്ടും ഒന്നാ. മാധ്യമപ്രവർത്തനത്തിന്റെ വേറെ തലം തന്നെയാണ്. ബിക്കോസ് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയാണ് രണ്ടിലും പ്രതിഫലിക്കുന്നത്. ഇപ്പൊ ഈ സിനിമയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഓസ്കർ അവാർഡാണ്. മാധ്യമപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് പുലിറ്റ്സർ പ്രൈസാണ്. ഒരു പുലിറ്റ്സർ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഓസ്കർ കിട്ടുന്നപോലെ ഒരു മാധ്യമപ്രവർത്തകന്. പക്ഷേ ഈ പുലിറ്റ്സർ പ്രൈസ് എന്ന് പറയുന്നത് ജോസഫ് പുലിറ്റ്സർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കയിലെ പഴയൊരു രാഷ്ട്രീയക്കാരൻ്റെ പേരിലുള്ള അവാർഡാണ്. അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവും അവിടുത്തെ കോൺഗ്രസിലെ അംഗമായിരുന്നു, അമേരിക്കൻ പാർലമെന്റിലെ അംഗം കൂടിയായിരുന്നു. അപ്പം പൊളിറ്റിക്സ് ആൻഡ് ജേർണലിസം അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് ഒന്നിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ മഹാത്മാഗാന്ധി, നെഹ്റുവും, എന്തിനേറെ ഭഗത് സിംഗും ഒക്കെ നല്ല മിടുക്കരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരായിരുന്നു. അതൊക്കെ അവരൊക്കെ ജേർണലിസ്റ്റ് ആണ്. അവരും ഇതും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഇപ്പൊ പറയുന്ന ഇവരൊക്കെ ആർട്ടിസ്റ്റുകളാണ്. സിനിമയിൽ നല്ലതല്ലേ അവർ വരട്ടേന്ന്. അവരൊക്കെ ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ജനമധ്യത്തിൽ പ്രവർത്തിക്കട്ടെ, ജനങ്ങളുടെ കാര്യങ്ങൾ അവരറിയട്ടെ, അറിഞ്ഞ് പ്രവർത്തിക്കട്ടെ. അവരെ പോലുള്ള ആൾക്കാർ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങളെ കുറെ കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. രമ്യയുടെ നാളെ രാഷ്ട്രീയക്കാരി ആയിക്കോളൂ, നല്ലതല്ലേ? അപ്പൊ കുറെ കൂടി നമുക്ക് അറിയാൻ പറ്റും കാര്യങ്ങൾ. അപ്പൊ നമ്മളെപ്പോഴും സ്വാഗതം ചെയ്യണത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നത് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്നുവെച്ചാൽ നമുക്ക് എന്തെല്ലാം ധാരണകളാണ് നമ്മുടെ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ പൊളിഞ്ഞു വീഴുന്നത്. ഇപ്പം നമ്മളെപ്പോഴും ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഘടകം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയം എന്നുള്ളൊരു പക്ഷപാതിത്വമല്ല, അത് നമുക്ക് സമൂഹത്തിനെ കൃത്യമായിട്ട് നോക്കിക്കാണാനുള്ള ഒരു അധിക ജാലക. ഇറ്റ്സ് ആൻ അഡീഷണൽ വിൻഡോ ഫോർ യു ടു സീ ദി സൊസൈറ്റി. മറിച്ച് നിങ്ങൾ ഇതൊന്നുമില്ലാതെ ഒതുങ്ങിക്കൂടുന്ന ചില വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരുടെ മനസ്സിലൊക്കെ നാടുവാഴ്ത്തത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ ഒരുപാട് നാരുകളുണ്ട്. രാഷ്ട്രീയം വേണ്ട എന്നും പറഞ്ഞ് ഉള്ളിലേക്ക് രാഷ്ട്രീയം എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമാണ്. നമ്മളെല്ലാവരും സാമൂഹ്യ രാഷ്ട്രീയ ജീവികളായിരിക്കണം. ഓക്കെ. ഇനി നമ്മുടെ സുരേഷന്റെ കല്യാണത്തിന്, സുരേഷന്റെ മോളുടെ കല്യാണത്തിന് ഗുരുവായൂർ മോദിജി വന്നു. അതിനെക്കുറിച്ച് ഒരു പ്രൈം മിനിസ്റ്റർ, വലിയൊരു സംഭവമായിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും കണ്ടത്. ഒരാളുടെ മകളുടെ കല്യാണത്തിന് പ്രൈം മിനിസ്റ്റർ വരിക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമായിരുന്നു. അതിനെക്കുറിച്ച് എന്താ ജോൺ ചേട്ടൻ? അത് അദ്ദേഹം വന്നത് സുരേഷ് ഗോപി എന്നുള്ള പറഞ്ഞ ഒരു നടന്റെ മകളുടെ കല്യാണത്തിനല്ല. അല്ല, അദ്ദേഹം വന്നത് സുരേഷ് ഗോപി എന്നുള്ള ഒരു BJP നേതാവിന്റെ, സുരേഷ് ഗോപി എന്ന തൃശ്ശൂരിൽ നിർത്താൻ പോകുന്ന BJPയുടെ സ്ഥാനാർത്ഥിയുടെ മകളുടെ കല്യാണത്തിനാണ്.